വിജയുടെ തെറി സിനിമ ഉണ്ടല്ലോ, അതിനെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് നമുക്ക് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ആദ്യത്തെ ലെസണായ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് പഠിക്കാം. ഈ വീഡിയോ അതിലൊരു സമ്മറി മാത്രമേ ഉള്ളൂ. ഈ സമ്മറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. പലരും ടെക്സ്റ്റ് ബുക്ക് വായിക്കാത്തത് മടികൊണ്ടും വായിച്ചൊന്ന് മനസ്സിലാകുക എന്ന് കരുതിയാണ്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. 3 മിനിറ്റ് മാത്രം കൂടെ നമ്മൾ പഠിക്കാം. ഇതിലെ മെയിൻ ക്യാരക്ടർ പെലായോയാണ്. പെലായോ ഒരു ബെയിലിഫാണ്. അതായത് നമ്മുടെ ജയിലർ സിനിമയിലെ രജനീകാന്തിനെ പോലെ ജയിലിലെ പ്രതികളെയൊക്കെ നോക്കുന്ന ആളാണ്. പിന്നെ എലിസന്ത നായികയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ നമുക്ക് കഥയിലേക്ക് കിടക്കാം. പെലായോ ഫൈൻഡ്സ് ആൻ ഓൾഡ് മാൻ വിത്ത് വിങ്സ് ഇൻ ഹിസ് കോർട്ട്യാർഡ്. ദ മാൻ ഈസ് വീക്ക്, ഡേർട്ടി ആൻഡ് സ്റ്റക്ക് ഇൻ ദ മഡ്. പെലായോ തൻ്റെ വീട്ടുമുറ്റത്ത് ഒരു വയസ്സായ ഒരാളെ കാണുന്നു. അയാൾക്ക് ചിറകുണ്ട്, വിങ്സ് ഉണ്ട്. ആൾ ഭയങ്കര വീക്കാണ്, ഒട്ടും ശക്തിയൊന്നുമില്ല. ഡേർട്ടിയാണ്, മഡിൽ ചെളിയിലൊക്കെ പുരണ്ട് കിടക്കുവാണ്. അപ്പോൾ ഒട്ടും ശക്തിയില്ലാത്ത വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ കിടക്കുവാണേ. പെലായോ കോൾസ് ഹിസ് വൈഫ് എലിസന്ത ടു സീ ഹിം. അപ്പോൾ തന്നെ പെലായോ ആരെ വിളിച്ചു? തൻ്റെ ഭാര്യയെ വിളിച്ചു. പെട്ടെന്ന് കണ്ട് പേടിച്ചുപോയി ഇങ്ങനൊരു രൂപം കണ്ടപ്പോൾ. അങ്ങനെ എലിസന്ത വന്നു. ഒപ്പം നെയ്ബർ സെയ്സ് ഹീസ് ആൻ ഏഞ്ചൽ. തൊട്ടപ്പുറത്തിരുന്നൊരു ചേച്ചി വന്നു. പുള്ളിക്കാരി പറഞ്ഞു, ഇതെന്തായാലും ഒരു ഏഞ്ചലാണ്, മാലാഖയാണ്, ചിറകൊക്കെ ഉണ്ട്. പെലായോ ലോക്സ് ഹിം ഇൻ ദ ചിക്കൻ കൂപ്പ്. പെലായോ ഈ ചിത്രത്തിൽ കാണും പോലെ അയാളെ വലിച്ച് ഡ്രാഗ് ചെയ്ത് അവരുടെ കോഴിക്കൂട്ടി കൊണ്ട് ഇടുവാണ് ചെയ്തത്. ദെയർ സിക്ക് ചൈൽഡ് സഡൻലി ഗെറ്റ്സ് ബെറ്റർ. അവർക്ക് കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ തലേദിവസം വയ്യായിരുന്നു കേട്ടോ. പെട്ടെന്ന് ആ കൊച്ചിൻ്റെ അസുഖമൊക്കെ മാറി. പീപ്പിൾ കം ഫ്രം ഫാർ അവേ ടു സീ ദി ഏഞ്ചൽ. ദേ ത്രോ ഫുഡ് അറ്റ് ഹിം ആൻഡ് പ്ലക്ക് ഹിസ് ഫെദേഴ്സ്. ഇത് കേട്ടുടനെ നാട്ടുകാരൊക്കെ വരാൻ തുടങ്ങി. അവർ ഫുഡ് എറിയാൻ തുടങ്ങി. ആ വയസ്സായ മനുഷ്യനെ ഒരുപാട് രീതിയിൽ ഉപദ്രവിക്കാൻ തുടങ്ങി. പെലായോ ആൻഡ് എലിസന്ത സ്റ്റാർട്ട് ചാർജിങ് മണി ടു സീ ഹിം. ദേ ബിക്കം വെരി റിച്ച്. അങ്ങനെ ഇവരൊരു ഐഡിയ തോന്നി പെലായ്ക്കും എലിസന്തയ്ക്കും. അതായത് പൈസ ചാർജ് ചെയ്യാം, ഈ മാലാഖയെ കാണാൻ വരുന്നവരിൽ നിന്ന് പൈസ മേടിക്കുകയും അങ്ങനെ അവരൊരുപാട് പണക്കാരാവുകയും വീടൊക്കെ വയ്ക്കുകയും ചെയ്തു. ദ ഏഞ്ചൽ ഡസ് നോട്ട് ഫൈറ്റ് ബാക്ക് ഓർ സ്പീക്ക് ക്ലിയർലി. എന്നാൽ ഈ മാലാഖ ഒന്നും മിണ്ടാതെ ആ കൂട്ടി തന്നെ കിടന്നു. എ വുമൺ ഹു ടേൺഡ് ഇൻ ടു എ സ്പൈഡർ കംസ് ടു ടൗൺ. അതായത് ഒരു ട്രാവലിംഗ് ഷോ, സർക്കസ് പോലെ ഒരു ട്രാവലിംഗ് ഷോ അവരുടെ നാട്ടിൽ വന്നു. അവരുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പൈഡർ വുമണായിരുന്നു. പീപ്പിൾ ലൈക്ക് ഹെർ മോർ ദാൻ ദ ഏഞ്ചൽ. ആളുകൾക്ക് ഈ മാലാഖയെക്കാളും ഇഷ്ടപ്പെട്ടത് ആ സ്പൈഡർ വുമണിനെയായിരുന്നു. ദ ഏഞ്ചൽ ഈസ് ഫോർഗോട്ടൺ ആൻഡ് ഇഗ്നോർഡ്. അതോടുകൂടി നാട്ടുകാർ ഈ ഓൾഡ് മാനെ അല്ലെങ്കിൽ ആ ഏഞ്ചലിനെ മറക്കാനും അവഗണിക്കാനും തുടങ്ങി. ഹിസ് കൂപ്പ് ബിക്കംസ് ഓൾഡ് ആൻഡ് സ്മെല്ലി. ഹി ഗ്രോസ് വീക്കർ ആൻഡ് ക്യാൻ ബെയർലി മൂവ്. അതായത് അവർ ഇത്രയും വലിയ വീടൊക്കെ വെച്ച് പണക്കാരായെങ്കിലും ആ കൂപ്പ്, കോഴിക്കൂട് വളരെ മോശം വൃത്തിഹീനമായിട്ടാണ് കിടന്നത്. ഹി സർവൈവ്സ് എ ഹാർഡ് വിൻ്റർ. ഇൻ സമ്മർ ന്യൂ ഫെദേഴ്സ് ഗ്രോ ഓൺ ഹിസ് വിങ്സ്. അങ്ങനെ വിൻ്റർ സമയം എങ്ങനെയൊക്കെയോ അദ്ദേഹം അതിജീവിച്ചു. സമ്മറായപ്പോൾ ന്യൂ ഫെദേഴ്സൊക്കെ വരാൻ തുടങ്ങി. ഹി സ്ലോലി ഗെറ്റ് സ്ട്രോങ്ങർ. അങ്ങനെ ആ മാലാഖയ്ക്ക് ശക്തി ആർജിക്കാൻ തുടങ്ങുകയും ഹി സ്ട്രഗിൾസ് ബട്ട് ഫൈനലി ലിപ്സ് ഓഫ് ഹി ഫ്ലൈസ് ഹയർ ആൻഡ് ഹയർ. അങ്ങനെ ഒടുവിൽ അതിൻ്റെ ക്ലൈമാക്സിൽ കാണുന്നത് ആരോഗ്യം വീണ്ടെടുത്ത ആ മാലാഖ പറന്നു പോകുന്നതാണ്.